നമസ്കാരം. നീലകേശ് മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ തുലാം രാശിയിൽ ഉൾപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ, മുക്കാൽ നക്ഷത്ര ജാതകരുടെ പൊതുഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ശുക്രനാണ് തുലാം രാശിയുടെ അധിപൻ. മെയ് മാസം തുലാം രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. മെയ് 31 രാശിയുടെ അധിപനായ ശുക്രൻ 6ാം ഭാവമായ മീനം രാശിയിൽ നിന്ന് 7ാം ഭാവമായ മേടം രാശിയിലേക്ക് മാറും. സൂര്യൻ മെയ് 15 മേടം രാശിയിൽ നിന്ന് 8ാം ഭാവമായ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കും. ബുധന് ഈ മാസം 2 സഞ്ചാര മാറ്റങ്ങളാണ് ഉള്ളത്. മെയ് 7 7ാം ഭാവമായ മേടം രാശിയിലേക്കും തുടർന്ന് മെയ് 23 8ാം ഭാവമായ ഇടവം രാശിയിലേക്കും സഞ്ചാരം വരുന്നതാണ്. വ്യാഴം മെയ് 14 8ാം ഭാവമായ ഇടവം രാശിയിൽ നിന്നും 9ാം ഭാവമായ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. ശനിയുടെ സഞ്ചാരക്രമത്തിൽ ഈ മാസം മാറ്റം വരുന്നില്ല. 6ാം ഭാവമായ മീനം രാശിയിൽ സഞ്ചാരം തുടരുന്നതാണ്. രാഹു മെയ് 18 5ാം ഭാവമായ കുംഭം രാശിയിലേക്കും കേതു 11ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മെയ് 18 മാറുകയും ചെയ്യും. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ആകയാൽ വ്യക്തിയുടെ ഗ്രഹനില പരിശോധിച്ച് കൃത്യമായി അറിയുവാൻ കഴിയും. ഇവിടെ പറയുന്നത് പൊതുവായുള്ള ഫലങ്ങളാണ്. തുലാം രാശിക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഓരോ കാര്യങ്ങളിലും വരിക. ഉദ്യോഗപരമായി നോക്കുമ്പോൾ ജോലിസ്ഥലത്തും ഉദ്യോഗത്തിനു വേണ്ടി ഇന്റർവ്യൂ, വിദേശ പഠനത്തിന് തയ്യാറെടുക്കുന്നവരും ആശയവിനിമയങ്ങളിൽ കൃത്യമായ കൺട്രോൾ വയ്ക്കേണ്ടതുണ്ട്. ജോലി മാറ്റത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് നിലവിൽ അനുകൂല സമയമല്ല. ആകയാൽ നിലവിലെ ജോലിയിൽ തുടരുന്നതാണ് ഉത്തമമായി കാണുന്നത്. ഈ ഒരു മാസം വളരെ ക്ഷമയോടെ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതാണ്. ഉദ്യോഗ സംബന്ധമായി വർക്ക് പ്രഷർ കൂടുവാൻ സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗപരമായും അല്ലാതെയുമുള്ള ഡോക്യുമെന്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ അവബോധം ഉണ്ടായിരിക്കേണ്ടതും അവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുമാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്വന്തം ജോലി മറ്റുള്ളവർക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ മേൽനോട്ടം ആവശ്യമായ സമയത്ത് ആവശ്യമാണ്. സാമ്പത്തികപരമായി കഴിഞ്ഞ മാസങ്ങളിലേതുപോലെ മാറ്റങ്ങൾ വരാത്ത ഒരു കാലഘട്ടമാണ്. വരവും ചെലവും ഒരുപോലെ വരുന്ന സമയം ആയതിനാൽ ചിലവുകൾ ചുരുക്കി സേവിങ്സ് ഒരു വീതം മാറ്റിവെക്കുന്നത് ഉത്തമമാകുന്നു. സൂര്യന്റെയും ചൊവ്വയുടെയും രാശിമാറ്റത്തിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ചിലവുകൾ ചുരുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനയോഗത്തിനും ഭാഗ്യം കാണുന്ന ഒരു മാസമാണ്. ശുക്രന്റെ ദൃഷ്ടി ശുഭസ്ഥാനത്തായതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതാണ്. ആരോഗ്യപരമായി കാൽമുട്ട്, ശിരസ്, കണ്ണ് ഇവ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത കാണുന്നു. 40 വയസ്സിനു ശേഷമുള്ള തുലാം രാശിക്കാർക്ക് ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത ഉള്ളതിനാൽ ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. അതുപോലെ വിശ്രമം വേണ്ടിവരുന്ന സമയം കൂടിയാണ് ഈ മെയ് മാസം. കുടുംബപരമായി നോക്കുമ്പോൾ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്വരച്ചർച്ചയ്ക്ക് യോഗമുണ്ട്. ബന്ധു സമാഗമവും വിനോദപരമായ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുന്നതാണ്. ചൊവ്വയുടെ ദൃഷ്ടി 1ാം ഭാവത്തിലായതിനാൽ ബന്ധങ്ങളിൽ ക്ഷമയും വാക്കുകളിൽ മിതത്വവും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത ബന്ധുവിന് അസുഖം വരുവാനും വിയോഗ വാർത്ത കേൾക്കുവാനും ഇടവരുന്ന ഒരു സമയമാണ്. കുടുംബത്തിലെ സന്താനങ്ങൾക്ക് വാഹന ഉപയോഗത്തിലൂടെ അപകട സാധ്യത ഉള്ളതിനാൽ വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ്. മേൽ പറഞ്ഞത് കേട്ട് ആശങ്കപ്പെടേണ്ടതില്ല, ശ്രദ്ധ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. വിദ്യാപരമായി ചിന്തിക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം അനുകൂലമല്ലാത്തതിനാൽ തുലാം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മെയ് പകുതി കഴിയുമ്പോൾ അലസത വരുവാൻ ഇടയുണ്ട്. എന്നാൽ ദൈവാധീനമുള്ളതിനാൽ ഗുരുക്കന്മാരുടെ സഹായത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു കൊണ്ടുപോകുന്നതാണ്.
വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ മത്സര പരീക്ഷകളിൽ വിജയം കൈവരുന്നതാണ്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം.